ഭാരതസഭയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒരു സിറിയൻ ഇൻഫ്യൂഷൻ നടത്തുവാൻ കാരണക്കാരനാണ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടുള്ള ക്നാനായി തോമ എന്ന് പറയുന്ന ചരിത്രത്തിലെ വ്യക്തി. ഭാരതസഭയെ സംബന്ധിച്ചിടത്തോളം 4 വിശുദ്ധന്മാരെ പറ്റി ഞാൻ വിശദമായി മുൻപ് എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു. ഒന്ന് ഭാരതത്തിന്റെ അപ്പോസ്തലനായ സെന്റ് തോമസിനെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹം യഹൂദ സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. രണ്ടാമതായി ഫ്രാൻസിസ് സേവിയർ, ഏറ്റവും കൂടുതൽ 3 ലക്ഷത്തോളം പേരെ കൺവേർട്ട് ചെയ്തിട്ടുള്ള പോർച്ചുഗീസുകാരനായ മിഷണറി. മൂന്നാമത് ഇന്ത്യൻ ഒറിജിനൽ ആദ്യത്തെ പ്രഖ്യാപിത വിശുദ്ധൻ എന്ന് പറയുന്ന ഗൊൻസാലോ ഗാർഷ്യ എന്ന് പറയുന്ന വിശുദ്ധൻ. നാലാമതായി ഭാരതത്തിലെ ആദ്യത്തെ പ്രഖ്യാപിത വിശുദ്ധയായ അൽഫോൺസാമ. ഈ 4 പേരെ പറ്റി പറയുമ്പോൾ ചരിത്രത്തിലെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ ഭാരതസഭയ്ക്കും കേരളത്തിലെ സഭയ്ക്കും സ്വാധീനമായി ഭവിച്ചിട്ടുള്ള, ആരാധനാക്രമങ്ങൾ സ്വാധീനം വരുത്തിയിട്ടുള്ള സിറിയൻ എന്ന പദം തന്നെ കമ്മ്യൂണിറ്റി നെയിമിനോട് ചേർക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാളാണ് ക്നാനായി തോമൻ എന്ന് പറയുന്ന വിശുദ്ധൻ. ക്നാനായി തോമ എന്ന വ്യക്തിയെപ്പറ്റി വളരെ വിശദമായ പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഏകീകൃതമായ ഒരു ഒപ്പീനിയൻ അദ്ദേഹത്തെ പറ്റി ഫോം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര സത്യം. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ പേര് ഉത്തരേന്ത്യയിലും മറ്റ് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഞാൻ IAS ഇന്റർവ്യൂവിനായി ആദ്യത്തെ ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ബോർഡ് ചെയർമാനായിരുന്ന എയർവൈസ് മാർഷൽ ബക്ഷി എന്നോട് ചോദിച്ചു, ടു വിച്ച് ഡിനോമിനേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഡു യു ബിലോങ് ടു? ഞാൻ പറഞ്ഞു, ഐ എം എ സിറിയൻ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് സിറിയ ആർ യു കമ്മിങ് ഫ്രം എന്നായിരുന്നു. പരിഹാസ്യദ്യോതകമായിട്ടാണ് ആ ചോദ്യം വന്നതെങ്കിലും ഒരു ഫോറിൻ നെയിം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പേരിൽ കൂടെ ഉണ്ട് എന്നുള്ളത് അപകർഷതാബോധം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ആ ചോദ്യം ഉന്നയിച്ചത്. സുറിയാനി ക്രിസ്ത്യാനികൾക്ക് പലർക്കും അന്തർദേശീയ തലത്തിലോ ദേശീയ തലത്തിലോ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ പ്രശ്നം പലപ്പോഴും നേരിടാറുണ്ട്. ഞാനപ്പോൾ സിറിയൻ എന്ന് പറയുന്ന പദം ആ രാജ്യവുമായി ബന്ധപ്പെട്ടതല്ല എന്നും നമ്മുടെ റിച്വൽസ് സുറിയാനി എന്ന് പറയുന്ന ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും സിറിയക്കാണ് ആ ഭാഷ, അതുകൊണ്ടാണ് സിറിയൻ എന്ന് തെറ്റി പറയപ്പെടുന്നതെന്നും ഞാൻ വിശദമായി പരാമർശിച്ചു. IAS ബോർഡിന് വളരെ രസകരമായ ഒരു 3-4 മിനിറ്റ് എൻ്റെ എക്സ്പ്ലനേഷൻ കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളത് ഇന്ന് ഞാൻ ഓർക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ സിറിയൻ മൈഗ്രേഷനെ പറ്റി പറയുമ്പോൾ അത് കുറേയേറെ ചരിത്രപരമായ ഗവേഷണം നടക്കേണ്ട ഒരു വിഷയം ആണ് എന്നുള്ളത് കേരള ചരിത്രത്തിലെ വിസ്മൃത അധ്യായങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ തോമാസ് ലീഹായെ പറ്റി പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും 4 തോമസുകൾ തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ പ്രത്യക്ഷപ്പെടാറുണ്ട്. AD 52 വന്നു എന്ന് ക്രിസ്ത്യാനികൾ ആവർത്തിച്ച് വിശ്വസിക്കുന്ന ഒരു ചരിത്രപരമായി തെളിയിക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു വിശ്വാസം നമ്മളിൽ നിലനിൽക്കുന്നു. രണ്ടാമതായി പേർഷ്യയിൽ നിന്ന് വന്ന അൽത്തോം എന്ന് പറയുന്ന തോമസ്. മിസ്റ്റർ മാത്യൂസിനെ പോലെ ചില ആളുകൾ അത് മണിക്കേയൻ സഭയിലെ വിശ്വാസിയായിരുന്നു ഈ തോമസ് എന്ന് പരാമർശിക്കാറുണ്ട്. എങ്കിലും ആ തോമസ് കേരളത്തിൽ വന്ന് പേർഷ്യൻ കുരിശ് കൊണ്ടുവന്ന് പ്രത്യേക രീതിയിലുള്ള വിശ്വാസം ഇത് കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മൂന്നാമത്തത് ക്നാനായ തോമ എന്ന് പറയുന്ന മർച്ചന്റായി കേരളത്തിൽ വന്ന് സഭയ്ക്ക് വലുതായ സംഭാവനകൾ ചെയ്ത വിശുദ്ധനാണ്. നാലാമത്തത് 8-ാം നൂറ്റാണ്ടിൽ വന്നു എന്ന് വിശ്വസിക്കുന്ന ബിഷപ്പ് തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ 4 തോമസുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും ചരിത്രകാരന്മാർക്കും സഭാവിശ്വാസികൾക്കും കാതലായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്.
ക്നാനായ ക്രിസ്ത്യാനികളെ പറ്റിയും ക്നാനായ തോമായുടെ പിൻഗാമികളോ അല്ലെങ്കിൽ അവിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരോ ആയി ഏതാണ്ട് 1.25 ലക്ഷത്തോളം പേർ കേരള സഭയിലുണ്ട്. ക്നാനായക്കാർ എന്ന് അവരറിയപ്പെടുന്നു. പുറത്ത് വിവാഹം കഴിക്കാതില്ലാത്ത ഒരു എൻഡോഗാമസ് ഗ്രൂപ്പായി അവർ നിലനിന്നത് കൊണ്ട് റേഷ്യൽ പ്യൂരിറ്റി എന്നൊക്കെ പറയപ്പെടുന്നത് കാത്തു സൂക്ഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ്. ക്നാനായ തോമായെ പറ്റി വിശദമായ പഠനങ്ങൾ നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നടന്ന പഠനങ്ങളെ മറക്കുവാൻ പാടുള്ളതല്ല. ശ്രീ എം ഫിലിപ്പ് എഴുതിയ അതിസുന്ദരമായ ഗ്രന്ഥം ക്നാനായക്കാരുടെ ചരിത്രം ഇന്നും മാർഗദർശിയായി നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ്. ദ ആന്റിക്വിറ്റി ഓഫ് ക്നാനായ ക്രിസ്ത്യൻസ് എന്ന പേരിൽ ശ്രദ്ധേയമായ ഒരു ഗ്രന്ഥമാണ്, ഒരു റിസർച്ച് ഗ്രന്ഥം പോലെ എഴുതിയിട്ടുള്ളതാണ് ഫാദർ ജെയിംസ് തൊടത്തിൽ എന്ന് പറയുന്ന അച്ഛൻ എഴുതിയ ഗ്രന്ഥം. അതുപോലെ തന്നെ ക്നാനായക്കാരുടെ പുരാതന ചരിത്രം എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ ചാൻഡ്രി ആൻഡ്രൂസ് പൂമംഗലം എഴുതിയ ഗ്രന്ഥവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ക്നാനായക്കാരുടെ ചരിത്രത്തെ പറ്റി ഞാൻ റെഫർ ചെയ്തപ്പോൾ ഏതാണ്ട് 72ഓളം ഗ്രന്ഥങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. പക്ഷേ ട്രഡീഷനെ എതിർക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോഗ്രാഫി ഉപയോഗിച്ച് റിസർച്ച് നടത്താൻ തയ്യാറാവാത്തത് കൊണ്ടോ ക്നാനായ തൊമ്മനെ പറ്റിയുള്ള അറിവുകൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ക്നാനായ തൊമ്മ കേരള സഭയിൽ വരുത്തിയ മാറ്റങ്ങളെപ്പറ്റി വിശദമായി പരാമർശിക്കേണ്ടത് ഉണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ വരവിനെ പറ്റിയുള്ള ഏതാനും ചില രൂപങ്ങൾ മാത്രം ചർച്ച ചെയ്തിട്ടേ അതിലേക്ക് കടക്കാവൂ എന്നെനിക്ക് തോന്നുന്നു. ക്നാനായ തൊമ്മയെ പറ്റിയുള്ള വിവരങ്ങളിൽ ഏറ്റവും ആദ്യം ഇദ്ദേഹം എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യമാണ്. ആദിമകാല വിശ്വാസത്യങ്ങളിലൊക്കെ കാനായിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കി ആ കാനായിൽ നിന്നുള്ളവരാണ് ഇവർ എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനം ഉണ്ടായി. മറ്റൊരു കൂട്ടർ ആ ക്നാനായ ശബ്ദത്തിന് വേദപുസ്തകത്തിലെ മോശയുടെ നേതൃത്വത്തിൽ യഹൂദന്മാർ പാലസ്തീനിലെത്തിയപ്പോൾ ആ ദേശത്ത് താമസിച്ചിരുന്ന കനാന്യർ എന്ന് പറയപ്പെടുന്ന ജനവിഭാഗവുമായി ബന്ധപ്പെടുത്തി ക്നാനായക്കാർ കനാന്യരാണ് എന്ന രൂപത്തിൽ ഒരു വ്യാഖ്യാനം ഉണ്ടാവും. മൂന്നാമതൊരു കൂട്ടർ അദ്ദേഹം യഹൂദനാണ് എന്നും പാലസ്തീന നാട്ടിൽ നിന്ന് കുടിയേറുകയാണ് എന്നും പറഞ്ഞുണ്ടാക്കി. നാലാമതൊരു കൂട്ടർ അദ്ദേഹം തുർക്കിയിലെ എഡേസ എന്ന സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള ആളാണ് എന്ന് സൂചിപ്പിച്ച് വ്യാഖ്യാനം കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. എന്നാൽ ബ്രിട്ടീഷ് ആൻഡ് പോർച്ചുഗീസ് റൈറ്റേഴ്സിൽ ഭൂരിപക്ഷവും ക്നാനായ തൊമ്മ അർമീനിയക്കാരനാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അർമീനിയൻ സഭയ്ക്ക് പീഡനം ഉണ്ടായപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത ആളാണ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ആറാമതൊരു കൂട്ടർ ക്നാനായ ശബ്ദത്തിന് സ്ഥലവുമായി യാതൊരു ബന്ധവുമില്ല എന്നും ക്നാനായോ എന്ന് പറഞ്ഞാൽ എരിവുള്ളവൻ, സിലോട്ട് എന്നുള്ള വാക്കിനാണ് സൂചിപ്പിക്കുന്നതാണ്. അപ്പോ യൂദാസ്കറിയാത്തായെയും ഒക്കെ വിളിക്കുന്ന പോലെ സിലോട്ട് എന്ന് വിളിക്കുമ്പോൾ തീവ്രതയുള്ള എരിവുള്ളവൻ എന്ന അർത്ഥത്തിൽ ഉള്ള വാക്ക് രൂപാന്തരപ്പെട്ടു വന്നതാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി 6 അഭിപ്രായങ്ങൾക്കും ഘടകവിരുദ്ധമായിട്ടാണ് 20ാം നൂറ്റാണ്ടിൽ നടന്ന ഗവേഷണങ്ങൾ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ആ ഗവേഷണങ്ങളിൽ ഭൂരിപക്ഷവും ഈ 6 അഭിപ്രായങ്ങളും യോജിക്കാതെ തെക്കൻ യമന്റെ തലസ്ഥാനമായി ഏഡൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ തുറമുഖ പട്ടണം, ആ പട്ടണത്തിൽ നിന്ന് 20-25 കിലോമീറ്റർ വടക്കുള്ള കുനാനായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് അവിടെയുള്ള രേഖകൾ പ്രകാരം അവിടെയുള്ള ക്രിസ്ത്യാനികൾ കേരളത്തിലേക്ക്, മലബാറിലേക്ക് യാത്ര പുറപ്പെട്ടതായി അവിടുത്തെ ട്രഡീഷൻ കോട്ട് ചെയ്തുകൊണ്ട് വിശദമായി ഇപ്പോൾ പരാമർശിക്കുകയാണ്. ഇതിൽ 7 വാദഗതികൾ ഉണ്ടെങ്കിലും ചരിത്രപരമായി ഏതാണ്ട് തെളിയിക്കപ്പെട്ടു വരുന്ന കുനാനായി വാദം ആണ് ഏകദേശം ശരി എന്നാണ് ഒരുപക്ഷെ ഈ ഭൂരിപക്ഷം ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സത്യം. ആ തർക്കത്തിലേക്ക് ഞാൻ കടക്കുവാൻ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും 9ാം നൂറ്റാണ്ടിനടുത്ത് ഒരുപക്ഷെ ഏടനടുത്തുള്ള കുനാനായി ദേശത്ത് നിന്ന് വന്ന ശ്രേഷ്ഠനായ ഈ വണിക്ക നേതാവ് കേരള സഭയ്ക്ക് ചെയ്തത് അത്ഭുതകരമായ ചില സംഭാവനകളാണ്. അത് ക്നാനായ ക്രിസ്ത്യാനികൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികൾക്കും
അവകാശപ്പെട്ടതാണ് എന്ന് ആദ്യമായി മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും ആദ്യമായി കനാനായ തൊമ്മനെ, വിശുദ്ധ കനാനായ തൊമ്മൻ കേരളത്തിന് ചെയ്ത വലിയ നേട്ടം, കേരളത്തിന്റെ ലിറ്റർജി എന്ന് പറയുന്നത് സിറിയക് ബേസ്ഡായി ആക്കി എടുത്തു എന്നുള്ള ഒരു വലിയ ട്രഡീഷനാണ്. യഹൂദന്മാരുടെ ട്രഡീഷൻ നമ്മൾ തുറന്നിരുന്നുവെങ്കിൽ അത് യഹൂദന്മാരുടെ വിശ്വാസ പ്രമാണം, നസ്രാണീസ് എന്ന് പറയപ്പെടുന്ന നസ്രാണികളുടേതായ വിശ്വാസ പ്രമാണം അനുസരിച്ചിട്ടുള്ള ഒരു രീതിയിൽ മാത്രമായിരുന്നു അത് ടേൺ ചെയ്യാനുള്ള സാധ്യത. എന്നാൽ നമ്മൾ പേർഷ്യൻ ചർച്ചിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് പേർഷ്യൻ ഭാഷയെ ബേസ് ചെയ്തിട്ടുള്ള ലിറ്റർജി വരുമായിരുന്നു. കനാനായ തൊമ്മൻ അർമീനിയൻ അല്ല എന്ന് വിശ്വസിക്കാനുള്ള പ്രധാന കാരണങ്ങളൊന്നും അർമീനിയൻ സഭയുടെയോ തുർക്കി എഡേസ സഭയുടേതായ ഒരു ലിറ്റർജി അല്ല കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ സിറിയക് ലിറ്റർജി കേരളത്തിൽ വരുവാനും നമ്മൾ ഇന്ന് സിറിയൻ ക്രിസ്ത്യൻ എന്ന സീറോ മലബാർ, സീറോ മലങ്കര എന്നൊക്കെ പേര് വെച്ച് സ്വയം വിളിക്കുമ്പോഴും ആ സിറിയൻ ലിറ്റർജിയും സിറിയൻ ലിറ്ററേച്ചറും കേരളത്തിലേക്ക് വരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കനാനായ തൊമ്മനും അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ വന്ന വിശ്വാസികളുടെ സംഘവുമാണ് എന്ന് ഞാൻ വ്യക്തമായി വിശ്വസിക്കുന്നു. ഈ സിറിയൻ ബേസുള്ള ഒരു സ്വതന്ത്ര സഭ കേരളത്തിൽ വരുവാനുള്ള ഏറ്റവും വലിയ ഇമ്പറ്റസ് കനാനായ തൊമ്മയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. രണ്ടാമതായി, കനാനായ തൊമ്മയ്ക്ക് ശേഷം കേരള സഭയ്ക്ക് കിട്ടിയ വലിയ നേട്ടങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വ്യാപാരത്തിലുള്ള മുൻതൂക്കമാണ്. കനാനായ തൊമ്മയ്ക്ക് കൊടുത്ത സ്ഥാനങ്ങളിൽ ഒന്ന് വളഞ്ചിയത്തിൽ തനിച്ചട്ട് എന്ന് പറയുന്നതാണ്. വളഞ്ചിയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ മൊണോപോളി ട്രേഡിനുള്ള അവകാശമാണ്. ഈ വലിയ അവകാശം കാരണം അറബ് ദേശവുമായും യൂറോപ്പുമായിട്ടുള്ള കച്ചവടത്തിന്റെ പ്രാമുഖ്യമായ പങ്ക് ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. പിന്നീട് അറബികൾ 14 ഈ ട്രേഡിന്റെ റെസ്പോൺസിബിലിറ്റി മുസ്ലിങ്ങളിലേക്ക് പോകുന്നത്. 15-ാം നൂറ്റാണ്ടിന് ശേഷം പോർച്ചുഗീസുകാരുടെ വരവിന് ശേഷം വീണ്ടും ക്രിസ്ത്യാനികളിലേക്ക് അത് കൈമാറി എന്നുള്ളതാണ്. ഈ വലിയ സ്ഥാനം കാരണമാണ് മഹാപിള്ള എന്നൊരു സ്ഥാനം, കച്ചവടം ചെയ്യുന്ന മഹാപിള്ള എന്നൊരു സ്ഥാനം ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചത്. 1484 വേണാട് രാജാവ് ഒരു വിളംബരത്തിലൂടെ, ഒരു ചെമ്പുപട്ടയത്തിലൂടെ തന്നെ ഈ അവകാശം ക്രിസ്ത്യാനികൾക്ക് കൈമാറി. അങ്ങനെ തിരുവിതാംകൂർ പ്രദേശത്ത് മാപ്പിള, മഹാപിള്ള എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്ന ഒരു ആളായി ക്രിസ്ത്യാനി രൂപാന്തരപ്പെട്ടു. മലബാറിലെ ഈ മാപ്പിള സ്ഥാനം, മഹാപിള്ള സ്ഥാനം മുസ്ലിങ്ങൾക്കാണ് ലഭിച്ചത്. അതുകൊണ്ടാണ് മലബാറിൽ മാപ്പിള എന്ന് പറഞ്ഞാൽ മുസ്ലിമും തിരുവിതാംകൂറിൽ മാപ്പിള എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയുമായി രൂപാന്തരപ്പെട്ടത്. ഈ ട്രേഡിന്റെ റെസ്പോൺസിബിലിറ്റി ക്രിസ്ത്യാനികൾക്ക് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം കനാനായ തൊമ്മയ്ക്ക് വേണാട് രാജാവല്ല, ഈ ചേര രാജാവ് കൊടുത്ത പ്രത്യേകമായ സ്ഥാനങ്ങളും അത് സംബന്ധിച്ചുള്ള റെസ്പോൺസിബിലിറ്റിയുമാണ്. ആ വ്യവസായം, ബിസിനസ് ചെയ്യുന്നത് കാരണം വിദേശ പണം ഇന്ന് ക്രിസ്ത്യാനികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ NRIസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പോലെ ക്രിസ്ത്യാനികളുടെ അടുക്കലേക്ക് വരുവാനുള്ള സാഹചര്യം ഉണ്ടായി. ആ മഹാപിള്ള സ്ഥാനം ഉണ്ടായതുകൊണ്ട് വ്യാവസായികമായി, കാർഷികമായി, അല്ലെങ്കിൽ ധനപരമായി ഉയർച്ച ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ കനാനായ തൊമ്മയുടെ പ്രധാനപ്പെട്ട ബിസിനസ്സിലുള്ള റോള് തിന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാവിഗേഷണൽ ക്രിസ്ത്യാനികൾ മുമ്പിലായി തീരുന്നത് കാരണം NRIs ആയി പോയ മലയാളികളുടെ കൂട്ടത്തിൽ ആ നൂറ്റാണ്ടുകൊണ്ടുള്ള പ്രാമുഖ്യം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ധനപരമായ ഉയർച്ചയും നാട്ടിലെ മാന്യസ്ഥാനവും ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് കനാനായ തൊമ്മ കൊണ്ടുവന്ന വലിയ റോള് തന്നെയാണ്. നാലാമതായി, കനാനായ തൊമ്മ കേരള സഭയ്ക്ക് ചെയ്ത അത്ഭുതകരമായ സംഭാവന പിന്നീട് നിലനിന്ന കാസ്റ്റ് സിസ്റ്റത്തിലുള്ള ഒരു പ്രാമുഖ്യമാണ്. കേരളത്തിലെ മറ്റെല്ലാ കമ്മ്യൂണിറ്റിയെയും അടിച്ച് തകർത്ത് താഴെയിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി. ബുദ്ധമതക്കാരായിരുന്ന ഇപ്പോഴത്തെ ഈഴവർ എന്ന് പറയുന്ന ജനവിഭാഗത്തെ ബ്രാഹ്മണരും ഭരണകർത്താക്കൾ കൂടി അടിച്ചമർത്തി. ഒരു കാലത്ത് കേരളത്തിന്റെ റൂളേഴ്സ് ആയിരുന്ന SC/ST ജനവിഭാഗങ്ങൾ, തിരുവനന്തപുരം ഭരിച്ചിരുന്ന പുലയന്മാരും, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കുറവന്മാരും, വയനാട് ഭരിച്ചിരുന്ന കുറുമന്മാരും, വടക്കൻ കേരളം ഭരിച്ചിരുന്ന കുറിച്ചന്മാരും, പാലക്കാടൊക്കെ ഭരിച്ചിരുന്ന പറയന്മാരും വള്ളുവന്മാരും ഒക്കെ പിൽക്കാലത്ത് അടിച്ചമർത്തപ്പെട്ട SC/ST കമ്മ്യൂണിറ്റീസായി മാറിപ്പോയി. എന്നാൽ
ക്രിസ്ത്യാനികൾ ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ മുന്നോക്ക പൊസിഷനിലേക്ക് എത്തിയത് ഈ ക്രാനായി തൊമ്മായിക്ക് കിട്ടിയ കാണാത്ത ചെമ്പുപട്ടയം അങ്ങനെ കൊടുത്തു നമ്മൾ അവകാശപ്പെടുന്ന അല്ലാതെ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അത് പ്രകാരം കിട്ടിയ അവകാശ അധികാരങ്ങളിലൂടെ ലഭിച്ച ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ചെയ്യുകയും വിദേശത്തു നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് അത് ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള രാജകൊട്ടാരങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് കൊടുക്കുകയും ചെയ്തിരുന്നത് ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി ഇത് കൊടുക്കുമ്പോൾ അതിന് തീണ്ടൽ തൊടിയിലുണ്ടായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ സാധനം അവർ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിൽ ഒരു പഴമൊഴി ഉണ്ടായി, തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ നസ്രാണി തൊട്ടാൽ അത് ശുദ്ധമാവും എന്ന്. അങ്ങനെ തീണ്ടൽ തൊടിയില്ലാത്തൊരു കമ്മ്യൂണിറ്റിയെ ക്രിസ്ത്യാനി മാറി. അതുകൊണ്ട് മഹാക്ഷേത്രങ്ങളുടെയൊക്കെ മുമ്പിലും പ്രസിദ്ധമായ കൊട്ടാരങ്ങളുടെയൊക്കെ മുമ്പിലും ബ്രാഹ്മണരുടെ ഇല്ലങ്ങളുടെ എല്ലാം മുമ്പിലും ഒരു ക്രിസ്ത്യാനിയെ കൊണ്ട് താമസിപ്പിക്കും. കാരണം ഈ തീണ്ടൽ തൊടിയിൽ മാറിക്കിട്ടാൻ വേണ്ടി. അങ്ങനെ എല്ലാ പട്ടണങ്ങളുടെയും നടുക്കുള്ള സ്ഥലവും എല്ലാ ക്ഷേത്രങ്ങളുടെയും മുമ്പിലുള്ള സ്ഥലവും എല്ലാ നമ്പൂതിരി ഇല്ലങ്ങളുടെയും മുമ്പിലുള്ള സ്ഥലത്തും ഒരു ക്രിസ്ത്യാനിക്ക് വീട് വെച്ച് താമസിക്കാനുള്ള അവകാശം കിട്ടി. അപ്പോൾ തീണ്ടൽ തൊടിയിലിന്റെ ചാതുർവർണ്ണത്തിനകത്ത് ഉൾപ്പെടുത്താതെ അതിന് മുകളിലുള്ള ഒരു കമ്മ്യൂണിറ്റിയായി വന്നു. മുസ്ലിങ്ങളെ മ്ലേച്ഛന്മാരെന്ന് ബ്രാഹ്മണർ വിളിച്ച് അവരെ മാറ്റി നിർത്തി. രാജകൊട്ടാരങ്ങളിൽ പ്രവേശനമില്ലാതാക്കി കളഞ്ഞു. SC/ST തീണ്ടൽ തൊടിയിലാക്കി. പക്ഷേ മെളച്ച ലിസ്റ്റിലും പെട്ടില്ല, SC/ST ലിസ്റ്റിലും പെട്ടില്ല. പിന്നെയോ നമ്പൂതിരി ഇല്ലത്തിലും രാജകൊട്ടാരങ്ങളിലും കടന്നു ചെല്ലാൻ കഴിയുന്ന ജാതി വ്യവസ്ഥയ്ക്ക് അപ്പുറത്തായി പ്രൊട്ടക്ഷനുള്ള ഒരു കമ്മ്യൂണിറ്റിയായി മാറി. ഇത് ക്രാനായി തൊമ്മ നേടിയെടുത്ത പട്ടയങ്ങളുടെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അഞ്ചാമതായി ക്രാനാൻ തൊമ്മൻ ചെയ്ത ഒരു ഫങ്ഷണൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വൈശ്യ കമ്മ്യൂണിറ്റി എന്നൊരു കമ്മ്യൂണിറ്റി കേരളത്തിൽ ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. ക്ഷത്രിയ ഫങ്ഷൻസ് ചെയ്യുന്നത് നായന്മാർ ഏറ്റെടുത്ത ജോലിയാണ്. യോദ്ധാക്കളായി രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തി ഈ രാജ്യത്തെ രക്ഷിക്കുന്ന യോദ്ധാക്കളായി നായന്മാരെ രൂപാന്തരപ്പെട്ടു. എന്നാൽ വൈശ്യ കമ്മ്യൂണിറ്റിയുടെ ഫങ്ഷൻസ് കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ ക്രിസ്ത്യാനിയും വടക്കൻ കേരളത്തിൽ മുസ്ലിമും ഏറ്റെടുത്തു. തദ്വാര കേരളത്തിലൊരു വൈശ്യ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തില്ല. നമ്മൾ ബനിയാസ് എന്നൊക്കെ പറയുന്ന, മാർവാഡീസ് എന്നൊക്കെ പറയുന്നവർ കേരളത്തിലില്ല. കാരണം ഇന്ത്യ മുഴുവൻ അവർ പ്രാമുഖ്യം നേടി. കേരളത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏറ്റെടുത്തു. അങ്ങനെ ഏറ്റെടുത്തത് കാരണം സമ്പൽ സമൃദ്ധമായ തിരുവിതാംകൂറിന്റെ ആ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും വലിയ വൈശ്യ കമ്മ്യൂണിറ്റിയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കാനുള്ള കഴിവ് ക്രിസ്ത്യാനി കിട്ടി. മലബാറിൽ മുസ്ലിമിന് അത് കിട്ടിയിരുന്നു. പക്ഷെ അത് പിന്നീട് ബ്രിട്ടീഷുകാർ മലബാർ പിടിച്ചെടുത്തിയപ്പോൾ അവരുടെ സാമ്പത്തികമായ ഉന്നമനം ഇല്ലാതാക്കി കളഞ്ഞു. അതുകൊണ്ട് അവര് വിദ്യാഭ്യാസപരമായി ഉയർന്നില്ല, മറ്റു രീതിയിൽ വളർന്നില്ല. തിരുവിതാംകൂറിൽ അതല്ല സ്ഥിതി. ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് ആയിരുന്നത് കാരണം വലുതായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ വൈശ്യ കമ്മ്യൂണിറ്റിയുടെ റോള് ക്രിസ്ത്യാനി കിട്ടാനുള്ള കാരണം ക്രാനാൻ തൊമ്മന്റെ വലിയ കോൺട്രിബ്യൂഷൻ ആണെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട. ആറാമതായി, ക്രാനാൻ തൊമ്മന്റെ കാലം തൊട്ടുണ്ടായ ഒരു വലിയ ട്രഡീഷണൽ ചേഞ്ച് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു റെസ്പെക്റ്റഡ് കമ്മ്യൂണിറ്റിയായി ഇവിടെ ഫംഗ്ഷൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻസിന് അവരുടേതായ റിച്വൽ സംരക്ഷിക്കാൻ പറ്റി, അവരുടേതായ വിശ്വാസം ഇതൊക്കെ സംരക്ഷിക്കാൻ പറ്റി, അവർക്ക് സോഷ്യൽ അഡ്വാൻസ്മെന്റിൽ നിലനിൽക്കാനും പറ്റി എന്നുള്ളതാണ്. ഇത് വളരെ ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ക്രിസ്ത്യാനിക്ക് ലഭിച്ചു. കാരണം അത് ഈ ക്രാനാൻ തൊമ്മന് ശേഷം ഉണ്ടായിട്ടുള്ള സംഗതിയാണ്. ബ്രാഹ്മണരെ പോലെയും ക്ഷത്രിയരെ പോലെയും 4 കെട്ടും 8 കെട്ടും ഒക്കെ ഉണ്ടാക്കി ട്രഡീഷണൽ ആർക്കിടെക്ചറോടുകൂടി ജീവിക്കാനുള്ള അവകാശം ക്രിസ്ത്യാനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ബിസിനസ്സിൽ അവകാശമുള്ളത് കൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട മാർക്കറ്റ് സിറ്റീസ് എന്ന് പറയുന്നിടത്തൊക്കെ ഹൃദയഭാഗത്ത് വീട് വെച്ച് താമസിക്കാനുള്ള അവകാശം കിട്ടി. അങ്ങനെ വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായി ഉയരുകയും മുന്നോക്ക ജാതിക്കാരെ പോലെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ജീവിക്കാൻ പറ്റുകയും ചെയ്തത് കൊണ്ട് മറ്റുള്ള കമ്മ്യൂണിറ്റീസിന് ഈ കാസ്റ്റ് സ്ട്രക്ചറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ക്രിസ്തു മതത്തെ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധമതത്തിൽ അടിച്ചമർത്തപ്പെട്ട ഈഴവരായ ആൾക്കാര് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ക്രിസ്തുമതത്തിലേക്ക് വന്നു. SC/ST വിഭാഗം 16-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ക്രിസ്ത്യൻ കൺവേർഷനിൽ 90% SC/ST വിഭാഗത്തിൽപ്പെട്ട കൺവേർഷൻസ് ആണ്. ക്രിസ്തുമതത്തിന്റെ മെജോറിറ്റി ചങ്ക് ഈഴവരിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അപ്പൊ ഈ വലിയ കൺവേർഷൻ എന്ന് പറയുന്നത് ഉണ്ടാവാനുള്ള കാരണം ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ക്രിസ്തുമതത്തെ ഈ കമ്മ്യൂണിറ്റീസ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇന്ന് കേരള ജനസംഖ്യയുടെ 20% വരുന്ന ജനവിഭാഗമായി ക്രിസ്തുമതം വളർന്നുവെങ്കിൽ ആ കൺവേർഷൻസിന്റെ പ്രൈമറി ബേസിസ്
കനാനായൻ തൊമ്മൻ നേടിയെടുത്ത അവകാശങ്ങളാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും വേണം. അതുകൊണ്ട് ഈ 6 കാര്യങ്ങൾ കൊണ്ട് കേരള സഭയ്ക്ക് വലുതായ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞത് ഈ കച്ചവടക്കാരനാണ്. ഹീസ് നോ ബെറ്റർ ദാൻ എനി അതർ മിഷണറി എന്നൊക്കെ ചിലര് കനാനായൻ തൊമ്മനെ പറ്റി പ്രസംഗിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ എളിയ അർത്ഥത്തിൽ മറ്റെല്ലാ മിഷണറിമാരെക്കാളും ഏറ്റവും വലിയ ക്രിസ്തുമതത്തിന് സ്ഥാനമുണ്ടാക്കി കൊടുത്ത മഹാനായ മിഷണറി കനാനായൻ തൊമ്മനാണ്. ഫ്രാൻസിസ് സേവ്യർ ഒരുപാട് പേരെ കൺവേർട്ട് ചെയ്തു. പക്ഷേ അത് സ്ഥാനത്തോടുള്ള കൺവേർഷൻ അല്ല. ഇപ്പോഴും ആ കമ്മ്യൂണിറ്റീസിനെ, അടിച്ചമർത്തപ്പെട്ട കമ്മ്യൂണിറ്റീസ് ലിസ്റ്റിലാണ് ഫ്രാൻസിസ് സേവ്യർ കൺവേർട്ട് ചെയ്ത കമ്മ്യൂണിറ്റീസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കേരള ക്രൈസ്തവ സഭയ്ക്ക് വിദ്യാഭ്യാസത്തിലും വ്യാവസായികവും ധനപരമായ ഉയർച്ച ഉണ്ടാക്കുകയും സിറിയൻ ലിറ്റററിയിലൂടെ ഏറ്റവും മനോഹരമായ ഒരു കുർബാനക്രമം, മറ്റെല്ലാ കുർബാനക്രമത്തെക്കാൾ ഏറ്റവും സുന്ദരമായി, കേൾക്കാൻ സുന്ദരമായിട്ടുള്ള ഭാഷാപരമായ ഉയർച്ചയുള്ള ലിറ്റററിയാണ് സിറിയൻ ലിറ്റററി എന്ന് പറയുന്നത്. ആ കുർബാനക്രമം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗിയും അതിൻ്റെ കാവ്യാത്മകതയും വേദപുസ്തക സംബന്ധിയായ അതിൻ്റെ കണ്ടന്റും വളരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ സിറിയൻ ലിറ്റററിയും നമുക്ക് തരികയും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയായി ഉയർത്തപ്പെടാൻ ചെയ്യുവാനുള്ളതിൻ്റെ തുടക്കം കനാനായൻ തൊമ്മനിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കത്തോലിക്ക സഭയും മറ്റ് സഭകളും കനാനായൻ തൊമ്മനെ ഇതുവരെ വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സഭ കനാനായൻ തൊമ്മനെ ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഭയ്ക്ക് ഇത്ര വലിയ സംഭാവനകൾ ചെയ്ത, സഭയ്ക്ക് തനതായ ഒരു നിലനിൽപ്പും അന്തസ്സും ഉയർത്തി തന്ന മഹാനായ കനാനായൻ തൊമ്മൻ എന്ന വിശുദ്ധന്റെ മുമ്പാകെ ഞാൻ ചരിത്രപരമായ അറിവോടുകൂടി തലകുനിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.